ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ടോൺ കീപ്പറിൻ്റെ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ടോൺ സ്പേസ്, ടെലഗ്രാമിൻ്റെ ടോൺ സ്പേസിൽ നമ്മൾ ടോൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി നോക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നോക്കാം, ടോൺ കീപ്പറിൻ്റെ വാലറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാലൻസ് 0 ആണ്. അതുപോലെ തന്നെ അടിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോണിൻ്റെ ഇന്നത്തെ റേറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ 0 ടോണാണുള്ളത് ഈ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വാലറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ആ അഡ്രസ്സ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ റിസീവ് എന്നുണ്ടായിരിക്കും. അവിടെ ഞെക്കാം, റിസീവ് എന്നുള്ള ഓപ്ഷൻ ഞെക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ടോണിൻ്റെ ഇത് വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻഡ് ഓൺലി ടോൺ കോയിൻ, ടോൺ ആൻഡ് ടോൺ ടോക്കൺസ്. അതായത് ടോൺ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ടോക്കൺസോ അല്ലെങ്കിൽ ടോൺ കോയിൻ മാത്രമാണ് എന്ത് ചെയ്യാൻ ഈ അഡ്രസ്സിലേക്ക് അയക്കാൻ പാടുള്ളൂ, തെറ്റി അയക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫർദർ എക്സ്പ്ലനേഷൻ ഇല്ല, ചെയ്യേണ്ട സ്റ്റെപ്പ് മാത്രമേ ചെയ്യണുള്ളൂ. ഓക്കെ, ഈ അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്യാം. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് അടിക്കാം, നിങ്ങളുടെ വാലറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബൈബിറ്റാണ്, ഏത് വാലറ്റിലാണെങ്കിലും സെയിം സ്റ്റെപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോ എന്നുള്ള ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് പിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ഉള്ളത് അസറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അസറ്റ് എന്നുള്ള ഓപ്ഷൻ പോയി അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വിഡ്രോ. ഫണ്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫണ്ടിൻ്റെ അവിടെ ആയിരിക്കും, വിഡ്രോയും ഡെപ്പോസിറ്റ് എല്ലാം ഉണ്ടായിരിക്കും. വിഡ്രോ ഉണ്ട്, അപ്പോൾ വിഡ്രോ ഞെക്കി. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ടോൺ കോയിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കും, ടോൺ കോയിൻ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോൺ കോയിൻ എടുക്കുക. വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, നിങ്ങളുടെ കയ്യിൽ ടോൺ കോയിൻ ഉണ്ടെങ്കിൽ ടോൺ കോയിൻ ഉണ്ടായിരിക്കും. ടോൺ എന്നുള്ള ഓപ്ഷനിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ അഡ്രസ്സ് അവിടെ കാണും. ഓക്കെ, ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് മാത്രം ചെയ്യാം കേട്ടോ, എഴുതി നിർത്ത് ചെയ്യാൻ നിൽക്കരുത്. എന്നിട്ട് എൻ്റെ കയ്യിൽ നോക്കാം, ഇവിടെ എമൗണ്ട് കൊടുത്തിട്ട് 3.4 ടോണാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പം അതിൽ നിന്ന് എത്രയാണ് വേണ്ടത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യണത് ഒരു 2 ടോൺ അല്ലെങ്കിൽ 1.9 ടോണാണെന്ന് വയ്ക്കാം. അത്ര ടോണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇവിടെ ഫീ ഉണ്ട്, 0.1 ടോണാണ് ഫീ. അപ്പോൾ ഞാൻ 1.9 ടോൺ അയക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക 1.9 ടോൺ ആയിരിക്കും. 0.1 അവർ പിടിക്കും. ഓക്കെ, അത് ചീപ്പാണ് ശരിക്കും പറഞ്ഞാൽ, വലിയ എമൗണ്ട് അല്ല. ഓക്കെ, ഇനി നമ്മൾ വിഡ്രോ കൊടുത്താൽ മതി. ജസ്റ്റ് വിഡ്രോ കൊടുക്കാം. വിഡ്രോ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലെല്ലാം പാസ്വേഡ് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. ആ പാസ്വേഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തൊക്കെ സെക്യൂരിറ്റീസ് കൊടുത്തിട്ടുണ്ടോ, മെയിലാണെങ്കിൽ മെയിലേക്ക് ഇത് വരും. അതുപോലെ തന്നെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ നിങ്ങൾ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് കൂടി അടിക്കേണ്ടി വരും. എന്നിട്ട് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്ത് ഓട്ടോമാറ്റിക്കലി എന്തായാലും വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണ്ടാവും. ഓക്കെ കൊടുക്കാം. ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഇതിൽ നമുക്ക് വിഡ്രോവൽ ലിസ്റ്ററിൽ പോയി കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റും. ഇവിടെ കണ്ട വിഡ്രോവൽ ഇൻ പ്രോഗ്രസ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടോൺ കീപ്പറിലേക്ക് വരും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈം എടുക്കും ചിലപ്പോൾ. ഓക്കെ, ഇതിൽ സെൻഡിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടോൺ കീപ്പറിൽ പോവാം. ടോൺ കീപ്പർ ഇവിടെ റിഫ്രഷ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടോൺ കീപ്പറിൽ വരും. ഓക്കെ, അതെ. ഓക്കെ, അപ്പോൾ ടോൺ കീപ്പറിൽ വന്നിട്ടുണ്ട്. ഇവിടെ അടിയിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും, കണ്ട 1.8. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ടോൺ കീപ്പറിൽ വരാം. അഡ്രസ്സ് ഇവിടെ റിസീവ് എന്നുള്ള ഓപ്ഷനൊക്കെ ആണെങ്കിൽ ഒരു അഡ്രസ്സ് വരുള്ളൂ, അത് ടോണിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. കോപ്പി ചെയ്യാം, നിങ്ങളുടെ വാലറ്റിൽ പോവുക, എക്സ്ചേഞ്ച് പോയിട്ട് വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ടോൺ കോയിൻ ഒക്കെ പേസ്റ്റ് ചെയ്യുക. അഡ്രസ്സ് എത്ര ടോണാണോ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക, കൺഫേം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെയിലിക്കോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോഡ് സെൻഡ് ആവും. കോഡ് കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് കൺഫേം കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടോൺ കീപ്പറിൽ ഫണ്ട് വരും. ഓക്കെ.